ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇതിൻ്റെ എൻജിൻ നോയ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നൊരു സൊല്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇഷ്യൂ വന്നോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 2.5 കൊല്ലം ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇട്ടിട്ടും ഏകദേശം ആ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ ഇഷ്യൂ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ രണ്ടാമത് പിന്നെയും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് എൻജിൻ നോയ്സിനെ പറ്റിയിട്ടുള്ള ഹോർനെറ്റ് 160R ലാസ്റ്റത്തെ വീഡിയോ. അപ്പോൾ ഞാൻ സെയിം സൊല്യൂഷൻ തന്നെയാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ എൻജിൻ്റെ നോയ്സ് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഈ സൗണ്ട് വീഡിയോയിൽ എന്തോരം ക്ലിയർ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും പക്ഷേ നമുക്ക് റണ്ണിങ്ങിൽ ഒരു സൗണ്ട് ഉണ്ടാവില്ല, ഒരു ടക്ക് 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 അങ്ങനത്തെ ഒരു സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തോരം കിട്ടുന്നറിയില്ല. റണ്ണിങ്ങിലാണ് കുറച്ചും കൂടി ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ടെൻഷനർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നും നമ്മൾ ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഐറ്റം കാണിച്ചു തരാം. 2-3 സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി കുറേ നാളായി കാര്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മെയിനായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയിട്ടുള്ള സാധനം. ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സാധനമാണ് നമ്മളന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് ടൈമിംഗ് ചെയിൻ ടെൻഷനർ എന്ന് പറഞ്ഞേക്കണ്. പക്ഷെ അന്ന് മേടിച്ചതും ഇന്നത്തെയും തമ്മിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ കാണാണ്ട്. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ വരുന്നത്, അന്ന് മേടിച്ചാൽ ഫുൾ മെറ്റലായിരുന്നുകൊണ്ട് പിന്നെ ഇതും കുറച്ച് ഇതുള്ള പോലെ തോന്നുന്നുണ്ട്. അത് പുതിയ സാധനമാണ്. നമ്മൾ ഹോണ്ടയുടെ ജെന്യൂൻ സ്പെയർ തന്നെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ടുള്ളത് 260 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ നമുക്ക് 360 രൂപ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 100 രൂപയുടെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. സെയിം ഐറ്റം തൊട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇത് മാറ്റി നോക്കണം. പിന്നെ ഇതിൽ 1-2 കാര്യങ്ങൾ കൂടി ഇനി മാറ്റാനുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. ഇതൊക്കെ ഭയങ്കര ടൈറ്റായി പോയി. കുറേ നാളായി. വണ്ടി ഏകദേശം ഒരു 7 കൊല്ലത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട്. ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ ആവാറായിട്ടുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇതാണ്. ഇത് ലോക്കൽ ഇൻഡിക്കേറ്റർ ആട്ടോ. അത് പേര് എഴുതിക്കൊന്നും നോക്കണ്ട, മോക്സിന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ലോക്കൽ ഇൻഡിക്കേറ്ററാണ്. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഈ വിലക്കുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിന് വലിയ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് എടുത്തല്ല. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ. കാണാനൊക്കെ കുഴപ്പമില്ല. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഇവിടെ കുറച്ച് ക്രാക്ക് വീണ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ആ 4 ഈ ഗ്ലാസിൻ്റെ ഇതുണ്ട്. പക്ഷേ വർക്കിംഗ് ആണ് സാധനം. ഞാൻ വന്നപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കി, സംഭവം വർക്കിംഗ് ആണ്. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളെന്തായാലും ബ്ലാക്ക്